ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ റോഡൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്പരത്തിപ്പൂ പറിക്കുന്നുണ്ട്. ഇത് മറ്റേ തട്ടിത്തട്ടായിട്ടുള്ള ഇതിലുള്ള ചെമ്പരത്തിപ്പൂ ഇല്ലേ. അപ്പോൾ ഇത് കണ്ട് നമുക്കൊന്ന് രസം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പം പൂരസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പറിച്ചെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരിക്കലും പൂരസം ഉണ്ടാക്കാത്തവരൊക്കെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാൻ കേട്ടോ. ഇതുപോലത്തെ ചെമ്പരത്തിപ്പൂ എല്ലാവരും വീട്ടിലും കാണുമല്ലോ. അപ്പം നമ്മൾ നോർമൽ ചെമ്പരത്തിയല്ലേ, ഈ ചെമ്പരത്തിയാണ് കേട്ടോ, തട്ട് ചെമ്പരത്തിയാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ഞാനിത് പറിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ പൂവായിട്ടൊന്നും ഇല്ലായിരുന്നു, മൊട്ടായിരുന്നു കേട്ടോ. പൂവെല്ലാം പൂത്ത് കഴിഞ്ഞും ഞാൻ ഇന്നാണ് ഇവിടെ വരണ സമയത്ത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പൂരസം ഉണ്ടാക്കാം. അങ്ങനെ ഇതിൻ്റെ മൊട്ടായിരുന്നു തന്നെ മതി കേട്ടോ. നമുക്ക് ഇതിൻ്റെ കളറോ അതിൻ്റെ ആ വെള്ളത്തിയിട്ടെടുക്കുമ്പോൾ അതിൻ്റെ ആ ജ്യൂസ് മാത്രം മതി കേട്ടോ. പൂ വേണ്ട ആവശ്യമില്ല. പൂവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ജ്യൂസ് കിട്ടും. ഇത് മുട്ടല്ലേ, എന്നാലും കുഴപ്പമില്ല, നമുക്കിതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്, 5-6 ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കണം. പിന്നെ ഇതിൻ്റെ ഇതിൽ ഓരോന്നായിട്ട് എടുത്ത് നോക്കണം കേട്ടോ. നമ്മുടെ വല്ല പുഴുവോ വണ്ടൊക്കെ ഉണ്ടാകുന്ന നമ്മളൊന്ന് നോക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ അതും കൂടെ ആവും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഇങ്ങനത്തെ പൂവ് മുട്ടയൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ മുട്ടായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. കാരണം നമുക്ക് കുഞ്ഞല്ലേ, ഇതിൻ്റെ കുഞ്ഞു മുട്ടാണ്. അപ്പോൾ അതിൽ വണ്ട് ഇങ്ങനെയുള്ള പ്രാണികളൊക്കെ കയറിയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി പിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ, നമ്മുടെ മുന്തിരിങ്ങ അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴുകി പിടിക്കുന്നത് നല്ലതായിരിക്കും. ഒരു 5-15 മിനിറ്റ് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്ന അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആ ഇതൊക്കെ അഴുക്കും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് മീതെ പൊങ്ങി ചത്ത് വരും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പെട്ടിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുന്തിരിങ്ങയൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഉപ്പിട്ട് നോക്കിയ സമയത്ത് കുറേ പുഴുക്കളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെ വീട്ടിലെ ഓരോ ഡേ ഇൻ മൈ ലൈഫിലെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഇതിൽ ഫുള്ളും കുക്കിംഗ് വീഡിയോസാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ നാട്ടിൻപുറത്ത് കണ്ടുവരുന്നത് നമ്മുടെ ചെമ്പരത്തി പൂക്കൾ തന്നെയാണ്. നമുക്കിതിൽ രസമൊക്കെ ഉണ്ടാക്കാനും ടീ ഉണ്ടാക്കാനും ഒക്കെ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. പിന്നെ രാവിലെ വെറും വയറ്റിലേക്ക് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചെമ്പരത്തി ഇപ്പോൾ ഉണ്ടല്ലോ, ഒറ്റ ഇതിലുള്ള ചെമ്പരത്തിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിക്കുന്നതാണ്. ഇപ്പോൾ ഇത് 2 ഇതിലുള്ള ചെമ്പരത്തിയാണ് കേട്ടോ ഞാൻ രസം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിനുശേഷം കഴുകി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തോട് അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട നല്ല വെള്ളം തന്നെയാണ് കേട്ടോ. ഇത് അടുപ്പിൽ വെക്കാൻ വേണ്ടിയായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ ഇന്നും കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പ പരിപാടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇത് പൂവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പൂവിൻ്റെ നിറവും അതിൻ്റെ ഗുണങ്ങളും എല്ലാം തന്നെ ആ വെള്ളത്തിലോട്ട് ഒന്ന് അലിഞ്ഞിറങ്ങിയാണ് കേട്ടോ. അപ്പം ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. നമ്മുടെ ഇത്രയും മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മുട്ടയിൽ നിന്ന് തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കളറായിരുന്നു. ഇത് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, പുകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചൂടോടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാനൊരു ഗ്ലാസ്സിൽ അത് ഒഴിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ പൂവിൻ്റെ രസം നമ്മൾ പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കളറ് വീണ്ടും മാറും കേട്ടോ. അപ്പം ഇത് കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത്. അതായത് പുളിയും കൂടെ ചേരുമ്പം അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനും കൂടെ ആസിഡും കൂടെ ചേർന്ന് ആ പുളിയുടെ ആസിഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യുമ്പോൾ ചെറിയൊരു കെമിക്കൽ റിയാക്ഷനും കൂടെ ഉണ്ട് ഇതിൽ. അപ്പം ഞാൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ടൻ കാപ്പി എനിക്കൊരു കളറുണ്ട്, നല്ല കളറാണ് കേട്ടോ. നല്ല കടും മുന്തിരിങ്ങയുടെ കളറില്ലേ, അതേ നമ്മൾ വയലറ്റ് കളർ മുന്തിരിങ്ങ അതേ കളറാണ് കേട്ടോ ഇത്. അപ്പം ഇതുപോലെ ഇതിലൊക്കെ ടീയൊക്കെ ഉണ്ടായി കുടിക്കുന്നവരുണ്ട്. നമ്മുടെ ചെമ്പരത്തിപ്പൂവിൽ ടീയൊക്കെ ഉണ്ടായി കുടിക്കും. അപ്പം അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ പണ്ട് തൊട്ടേ ഈ രസമൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ട് എനിക്കിത് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ശംഖുപുഷ്പത്തിൽ ചൂടുവെള്ളം അനത്തുന്ന സമയത്തേക്ക് നമ്മൾ ശംഖുപുഷ്പം വെള്ളം ഇട്ട് കുടിക്കാറുണ്ട്. പിന്നെ അതിൽ നാരങ്ങയൊക്കെ ഒഴിച്ച് കുടിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുടിക്കാറുണ്ട്. അപ്പം നമ്മൾക്ക് വീട്ടിൽ കിട്ടുന്ന നമ്മുടെ മരുന്ന് പോലത്തുള്ള, അതായത് നമ്മുടെ ആയുർവേദ പരമായിട്ടുള്ള സസ്യങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ വെള്ളമൊക്കെ ഇട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കടു വറുക്കാൻ വേണ്ടിയാണ്. പിന്നെ വേറെ ഒന്നും എടുക്കുന്നില്ല. നമുക്കൊരു പച്ചമുളക് അത് എരിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില എടുക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പില എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് രസം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പച്ചമുളകും നമ്മുടെ ഉള്ളി മാത്രം മതി കേട്ടോ. പിന്നെ കടുകുറുക്കൻ കരിവേപ്പില മല്ലിയില ഇല്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ വെളുത്തുള്ളി മല്ലിയില ഇതെല്ലാം ഇടുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല അടിപൊളി രസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ടും വേണ്ടത് നമ്മുടെ പൂവിൻ്റെ ഇതും പിന്നെ നമ്മുടെ പുളിയുമാണ്, പിന്നെ
കായവും വേണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ ഇടുന്നത്. നമ്മൾ നന്നായിട്ട് പുളി ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പുഴിഞ്ഞെടുക്കണം. വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്കൊന്ന് പുഴിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് പുളി എടുത്താൽ അത് ഓവറായിട്ട് നമുക്ക് പുളി രസം വേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് ഒറ്റുള്ള രസത്തിൻ്റെ പുളി മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കണം. അതിനുശേഷം അതിൽ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ, ഞാൻ അതെല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ അരിഞ്ഞത്, അതെല്ലാം കൂടെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ രസം ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ പൂവിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമാണ് കേട്ടോ അത് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്നും മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത്. അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്, കാരണം നമ്മളിത് ബോയിലായിരുന്നു ഇട്ടത്. അതിന് ശേഷം നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. കായപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം, കാരണം എന്നാലും നമ്മൾ ആ രസത്തിൻ്റെ ആ ഒരു ടേസ്റ്റും രുചിയും മണമൊക്കെ വരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതാണ് കേട്ടോ ജ്യൂസ്. ഇതുണ്ട് കളർ വേണ്ടത് തന്നെ അറിയാൻ പറ്റും. ഇതൊന്നും ഒഴിച്ചെടുക്കുന്നതന്നെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി നമുക്ക് വീട്ടിലുള്ള ആളെണ്ണത്തിനനുസരിച്ച് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കളർ നോക്കിയാൽ മതി കേട്ടോ. ഇത് ഞാൻ ഒഴിക്കുന്നതനുസരിച്ച് നമ്മുടെ കളറൊന്നും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വരണം കേട്ടോ. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം മൊത്തം ഒന്ന് അയച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കളറൊന്ന് മാറി കേട്ടോ. നല്ല ഡാർക്ക് കളറായിരുന്നത് ചെറിയൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള രസം. സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിത് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. അപ്പം നമുക്ക് പൂരസം, അടിപൊളി പൂരസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഇത്. നമ്മുടെ ചോറ് കഴിക്കാൻ നേരത്തെ ഈ രസം വെച്ച് മാത്രം നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. പണ്ടൊക്കെ ഞാൻ രസം മാത്രം ഉപയോഗിച്ച് ചോറ് കഴിക്കുമായിരുന്നു. അപ്പം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയുക.